إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് ഈ ഒരു സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങൾ കൊണ്ടും തൗഫീഖ് കൊണ്ടും ഏകദേശം 6 നോമ്പുകൾ നമ്മൾ പൂർത്തീകരിക്കാൻ പോവാണ്. ഈ ഒരു സമയത്ത് നമ്മൾ അല്ലാഹുവിനെ എത്ര സ്തുതിച്ചാലും എത്ര ഹംദുകൾ പറഞ്ഞാലും മതിയാവുകയില്ല എന്നുള്ള ഒരു ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണമെന്നുള്ളത് ആമുഖമായി കൊണ്ട് ഓർമ്മപ്പെടുത്തും. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെയുള്ള പലരും ഇന്ന് നമ്മൾ കാണുന്നില്ല. അവരെവിടെ എന്ന് ചോദിച്ചാൽ പള്ളിക്കാട്ടിലെ മക്ബറകളിലേക്ക്, ശ്മശാനങ്ങളിലേക്ക് ചൂണ്ടിക്കൊണ്ട് നമുക്ക് പറയാനുണ്ട്, അവർ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുകയാണ് എന്ന്. അവർക്ക് ലഭിക്കാത്ത വലിയൊരു അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു റമദാൻ നമുക്ക് തന്ന് ആ റമദാനിൽ ജീവിക്കാനും നോമ്പുകൾ അനുഷ്ഠിക്കാനും ആരാധന കർമ്മങ്ങൾ ചെയ്യാനും വലിയ തൗഫീഖ് കിട്ടിയ ആളുകളാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് അത് നമ്മൾ ഒരിക്കലും തന്നെ മറക്കാതെ പരമാവധി നമുക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെ നന്മകൾ കൊണ്ട് ധൃതി കാണിക്കാൻ, തിരക്ക് കൂട്ടാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്ത് അംബിയാഇൻ്റെ 90-ാമത്തെ വചനത്തിൽ നമുക്കുണ്ടാകേണ്ട 2 ക്വാളിറ്റി പറഞ്ഞു തരുന്നുണ്ട്. ആ ക്വാളിറ്റിയാണ് എൻ്റെ ക്ലാസ്സിലെ ആരംഭത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞിട്ടുള്ളത് ഇന്നഹും കാനു, നിശ്ചയമായും അവർ ആയിരുന്നു. അവരുടെ പ്രത്യേകത എന്താണ്? ഖുർആൻ വിശദീകരിച്ചത് ഇങ്ങനെയാണ്: യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മയിൽ ധൃതി കാണിക്കുന്ന ആളുകളാണവർ. നമ്മൾ പുണ്യങ്ങളുടെ പൂക്കാലാണെന്നിങ്ങനെ പറഞ്ഞാൽ പോരാ. അത് വെറുതെ വായ കൊണ്ട് ഇങ്ങനെ വാചകടിച്ച് വലിയ സംഭവമാക്കി പറയാനുള്ളതല്ല. മറിച്ച് ഖുർആൻ പറഞ്ഞതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നന്മകളിൽ നിങ്ങൾക്ക് ധൃതി കാണിക്കാൻ കഴിയാം.
നമ്മൾ ഇത്രേ ആലോചിക്കേണ്ടല്ലോ. ഇപ്പൊ നമ്മള് അസർ നമസ്കരിച്ചു അല്ലേ? 4 റക്അത്ത് അസർ നമസ്കരിച്ചു. ആ അസർ നമസ്കാരത്തിന് മുമ്പ് 4 റക്അത്ത് പ്രവാചകൻ സുന്നത്ത് നമസ്കാരം പറഞ്ഞു തന്നിട്ടുണ്ട്. 4 റക്അത്ത് ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും നമുക്ക്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹ്, അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ, അവന്റെ കാരുണ്യം ഉണ്ടാകട്ടെ, ഇംറഅതൻ, ഒരാൾക്ക്. എന്തിനാണ് പടച്ചോന്റെ കാരുണ്യം അയാൾക്ക് ഉണ്ടാകുന്നത്? അയാൾ നമസ്കരിക്കുന്നു. എപ്പോ? അസർ നമസ്കാരത്തിന് മുമ്പ് 4 റക്അത്ത് ആരെങ്കിലും സുന്നത്ത് നമസ്കരിക്കുകയാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിന്റെ കാരുണ്യം അവനിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അത് റവാത്തീബ് സുന്നത്തായിക്കൊണ്ട് എണ്ണിയതല്ല. റവാത്തീബ് സുന്നത്ത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇങ്ങനെ നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന നന്മകളിൽ ഒരു ജാഗ്രത കാണിച്ച് അത്തരം നന്മകളിലൊക്കെ ഒരു തിരക്ക് കൂട്ടി എന്തൊക്കെ നന്മകൾ നമുക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ടോ ആ നന്മകൾ മുഴുവനും ജീവിതത്തിൽ പകർത്തി ഒരു തിരക്ക് കൂട്ടൽ യഥാർത്ഥത്തിൽ ഇത്തരം സമയത്ത് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അസർ നമസ്കാരം കഴിഞ്ഞ് വൈകുന്നേര സമയം ഒരുപാട് ദിക്റുകൾ നമുക്ക് ചെല്ലാനുണ്ട്. നമ്മൾ ചിന്തിക്കുക, അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി 100 വട്ടം പ്രവാചകൻ ചെല്ലാൻ പറഞ്ഞ ദിക്റാണ്. നമ്മൾ ചെല്ലിയോ? അവിടെ നമ്മൾ പരിശോധിക്കേണ്ടി. വെറുതെ പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് പറഞ്ഞാൽ പോരാ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. രണ്ടാമത്തത്, ഖുർആൻ ഇവിടെ പ്രവാചകന്മാരുടെ ക്വാളിറ്റി പറഞ്ഞതറിയും. അവർ നമ്മോട് പ്രാർത്ഥിക്കുന്നു. 2 കാര്യങ്ങളാ ഖുർആൻ പറഞ്ഞത്. അവരെങ്ങനെ അള്ളാഹുവോട് പ്രാർത്ഥിക്കും? 2 പദപ്രയോഗം നടത്തി. ഒന്ന് ആശിച്ചുകൊണ്ടും, രണ്ടാമത്തത് പേടിച്ചുകൊണ്ടും റബ്ബിലേക്ക് അവർ കരങ്ങൾ ഉയർത്തുമെന്നുള്ളതാണ്. എന്താണ് അവരുടെ പേടി? അവരുടെ ഭയം എന്താണ്? ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ, അറിഞ്ഞും അറിയാതെയും രഹസ്യം പരസ്യമൊക്കെ ചെയ്തിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലേ? അതിൽ പടച്ചോൻ എന്നെ ശിക്ഷിക്കുമോ എന്നുള്ളൊരു പേടിയാണ്. അള്ളാഹുവിന്റെ കോപം എന്നിനുണ്ടാകുമോ? ശിക്ഷയുടെ കേദാരമായിട്ടുള്ള നരകാഗ്നിയിൽ എന്റെ പാപം കൊണ്ട് ഞാൻ കടക്കേണ്ടി വരുമോ എന്ന ഭയത്താൽ അവർ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കും. നമ്മളൊക്കെ പ്രാർത്ഥിക്കണം എങ്ങനെ? എന്നും നമ്മൾ പ്രാർത്ഥിക്കണ്ടേ അല്ലേ? ഒരു യാന്ത്രികമായിട്ട് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ്. നോക്കൂ നിങ്ങൾ, ഇങ്ങനത്തെ ചില ക്വാളിറ്റികളാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത്. രണ്ടാമത്തെ, പ്രവാചക ശാസ്ത്രം ഇവിടെ വിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്? ആശയാണ്. അവർ ജീവിതത്തിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ പടച്ചോൻ സ്വീകരിക്കുമോ എന്നുള്ള ആശയാണ്. ആ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലമായിട്ടുള്ള സ്വർഗം അതെനിക്ക് ലഭിക്കുകയില്ലേ എന്നുള്ള ആശയാണ്. അങ്ങനെ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഈ റമദാനിന്റെ ഈ സമയത്ത് നമുക്കൊക്കെ ഉണ്ടാകേണ്ട 2 ക്വാളിറ്റി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രം. ഇവിടെ നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്, ഇന്ന് വലിയ തലവേദനയായിക്കൊണ്ടിരിക്കുന്ന, വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. ഈ റമദാനിൽ പോലും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് മക്കളുടെ വിഷയത്തിൽ നമ്മളൊക്കെ എന്താക്കുന്നത്, വായിച്ചും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മനിയാന്നൊക്കെ നമ്മൾ വായിച്ചു അല്ലെ? 12 വയസ്സുകാരൻ 10 വയസ്സുകാരന് ലഹരി കൊടുത്ത നമ്മുടെ കേരളത്തിൽ നടന്ന സംഭവം നമ്മൾ വായിച്ചത്. വേറെ എവിടെ ഉള്ളതല്ല, പുറത്തുള്ളതൊന്നല്ല, നമ്മുടെ നാട്ടിൽ നടന്ന സംഭവമാണ്. ലഹരി ഒരു ഭാഗത്ത് അല്ലെ,
അതുപോലെ തന്നെ ഒരു മര്യാദയില്ലാതെ ക്യാമ്പസുകളിൽ അടിപിടി കൂടി സ്വന്തം സഹപാഠിയെ കൊല്ലാൻ മാത്രമുള്ള മനസ്സ് മക്കൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ എവിടെ എത്തി എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു ഭാഗത്ത് അത്, മറ്റൊരു ഭാഗത്ത് പ്രേമം തലക്ക് പിടിച്ച മക്കൾ. പ്രേമെന്നൊന്നും ഇപ്പോഴത്തെ കാലത്ത് പറയാൻ പറ്റില്ല, അതിനൊക്കെ പ്രത്യേകമായിട്ടുള്ള പദപ്രയോഗങ്ങളാണല്ലോ. ഒരു 2 ആഴ്ച മുമ്പ്, റമദാന് തുടങ്ങുന്നതിന് മുമ്പ്, ഞാൻ മാനന്തവാടിയിൽ നിന്ന് ഖുത്ബ കഴിഞ്ഞ് KSRTC ഇങ്ങനെ കയറി പോരുന്ന സമയത്ത് വഴിയിൽ വെച്ചുകൊണ്ട് 2 കോളേജ് വിദ്യാർത്ഥികൾ കയറി. ഒരാൾക്ക് ഇറങ്ങാനുള്ളത് മഞ്ചേരിയാണ്, കാരാപറമ്പ്. ഒരാൾക്ക് ഇറങ്ങാനുള്ളത് താമരശ്ശേരിയാണ്. ആണും പെണ്ണാണ് കയറിയത്. ഞാൻ 3 സീറ്റുള്ള അതിന്റെ തലക്കല ഞാൻ ഇരുന്നിട്ടുള്ളത്. ഇവര് കയറി അവിടെ ഇരുന്നു. സത്യത്തിൽ നമ്മൾ പെട്ടുപോകാറില്ല, സാധാരണ വരില്ല, ചില നേരത്തൊക്കെ പെട്ടുപോകാറില്ല. ഇതേപോലെയാണ് ഒരു ഓപ്പണായ ബസ്സിൽ എങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യണമെന്ന മര്യാദ പോലും നമ്മുടെ മക്കൾക്ക് അറിയില്ല. ഒരു ഭാര്യയും ഭർത്താവും എന്തൊക്കെ കാട്ടിക്കൂട്ടാൻ പറ്റും, അത് മുഴുവനും ബസ്സിൽ നിന്നാണ് ആര് കാട്ടിക്കൂട്ടുന്നത്? ചെറുപ്പക്കാർ, മക്കൾ കാട്ടിക്കൊണ്ടിരിക്കുന്നു. അവരോട് എന്ത് പറയാൻ? ഒന്നും പറയാൻ പറ്റാത്ത കാലഘട്ടം. നമ്മൾ ചിന്തിച്ചു. ഇങ്ങനത്തെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ മക്കളെ നമുക്ക് എന്താക്കേണ്ടത്? ഒരു ദീനീയായിട്ടുള്ള രൂപത്തിൽ പടച്ചോനെ പേടിച്ച് ഭയന്നുകൊണ്ട് അങ്ങനത്തെ മക്കളാക്കിക്കൊണ്ട് നമുക്ക് കൊണ്ടുവരണ്ടേ. എന്താ പരിഹാരം? നമുക്കൊക്കെ ബേജാറാണ്. ക്യാമ്പസിലേക്ക് പോകുന്ന കുട്ടി, സ്കൂളിലേക്ക് പോകുന്ന കുട്ടി, നമുക്കൊക്കെ ബേജാറാണ്. തിരിച്ചെങ്ങനെ വരും അറിയൂല. അതാ നമ്മൾ കണ്ടത്. സ്വന്തം വീടാണെന്ന് വിചാരിച്ചിട്ട് മറ്റവന്റെ വീട്ടിലേക്ക് കയറിയതാണ്. അവിടെ എന്തൊക്കെ അക്രമാസക്തമായിട്ടാണ് ആ ചെറുപ്പക്കാരൻ നടത്തിയത്. സ്വന്തം വീടാന്ന് വിചാരിച്ചിട്ട്. നമ്മൾ ചിന്തിക്കുക. ഇതിനൊക്കെ ഒരു പരിഹാരം വേണം. ആ പരിഹാരം എന്താണ്? ശരി, പ്രശ്നങ്ങൾ പറയാൻ എല്ലാവരും ഉണ്ട്. എല്ലാ മീഡിയകളും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാണ്ട്. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അത് ഭയങ്കര ചർച്ചയാക്കി കൊണ്ടുവന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാനുണ്ട് എല്ലാവരും. പക്ഷേ പ്രശ്നത്തിന് പരിഹാരമുണ്ട്, അത് പറയാൻ ഇന്ന് ആരുമില്ല. ശരി, ആ പരിഹാരമാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. ആ പരിഹാരം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള പ്രതിവിധികളിലൂടെ നമുക്ക് നീങ്ങാൻ സാധിക്കും. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് ഐഹിക ജീവിതത്തിലെ അലങ്കാരങ്ങളാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട അതാണ്. ദുനിയാവിലെ അലങ്കാര വസ്തുവാണ് ആര്? നമ്മുടെ മക്കൾ. മക്കളെ കാണുമ്പോ നമുക്ക് കണ്ണുകൾക്ക് കൺകുളിർമ നൽകും, അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. മനസ്സുകൾക്ക് നമുക്ക് ആനന്ദമുണ്ടാകും നമ്മുടെ മക്കളെ കാണുമ്പോൾ. ഹൃദയത്തിൽ നമുക്ക് സന്തോഷങ്ങൾ ജനിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല 18-ാമത്തെ സൂറ 46-ാമത്തെ വചനത്തിൽ പറഞ്ഞെന്തറിയുമോ? അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. അൽമാലു നിങ്ങളുടെ ധനം, വൽ ബനൂൻ നിങ്ങളുടെ മക്കൾ, ധനവും നിങ്ങളുടെ മക്കളും, സീനത്തുൽ ഹയാത്തിദ് ദുനിയാ ഐഹിക ജീവിതത്തിലെ അലങ്കാരങ്ങളാകുന്നു. അല്ലാഹ് പ്രഖ്യാപിച്ച പ്രഖ്യാപനാണ്. നിങ്ങളുടെ മക്കൾ ഐഹിക ജീവിതത്തിലെ അലങ്കാരങ്ങളാകുന്നു എന്നുള്ളതാണ്. അപ്പൊ സൂക്ഷ്മാലുക്കളായി അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ജീവിക്കുമ്പോൾ നമ്മൾക്കവർ കൺകുളിർമയായി കൊണ്ടുമാറും. അതേ മക്കൾ
നേരെ തല തിരിഞ്ഞാൽ നമുക്കെന്നും തലവേദനകൾ മാത്രമാണ് ഉണ്ടാകുന്നത്. വിശുദ്ധ ഖുർആൻ എത്ര കൃത്യമായി കൊണ്ടാണ് ഇത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ അള്ളാഹു നമുക്ക് ദാനമായി കൊണ്ട് നൽകിയ മക്കൾ അത് അലങ്കാരമാണ്. ശരി, അത് അലങ്കാരമാണ് എന്ന് ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ആ മക്കൾ നല്ല രൂപത്തിലാകാൻ വേണ്ടി അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പരിഹാരം ഒന്നതാണ്. ശരി, ഒന്നാമത്തെ പരിഹാരം, നമ്മളെ മക്കളെ കുറിച്ച് ഭയങ്കര ആവലാതി വേവലാതി വെച്ചിങ്ങനെ നടന്നാൽ പോരാ. പിന്നെ എന്ത് വേണം? അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ടല്ലോ, അവിടെ ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം എന്താ? വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഗ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഖുർആൻ അവിടെ പ്രയോഗിച്ചത് വല്ലദീന യഖൂലൂന, അവർ പറയും. അല്ലാഹുവിന്റെ ഇബാദുർ റഹ്മാൻ നല്ല ദാസന്മാർ പറയും, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് ഞങ്ങൾക്ക് നീ ഖുർറത അഗ്യുനിൻ, കൺകുളിർമ നൽകണമേ. ഞങ്ങളുടെ മക്കളിൽ നിന്നും ഭാര്യമാരിൽ നിന്നും ഞങ്ങൾക്ക് നീ എന്ത് നൽകണം? കൺകുളിർമ നൽകണമേ. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം. ആർക്ക് വേണ്ടിയിട്ട്? നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്നാണ്. നമ്മൾ എത്ര ആളുകൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്? എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ വേഗം തക്കില്ല, ലക്ഷണം കെട്ട സാധനം കണ്ടില്ലത് ഒരു കാലത്തും നന്നാവൂല. ഇങ്ങനത്തെ ആക്ഷേപ വാക്കുകൾ പറയാൻ നമ്മളൊക്കെ തയ്യാറാണ്, അല്ലേ? നോക്കൂ നിങ്ങൾ, കുട്ടികളോട് ചോദിച്ചാൽ തന്നെ കുട്ടികൾ പറയും, വാപ്പൊരു ചൂടനാണ് കേട്ടോ. ശരി, നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയുന്ന തരം ചില വാക്കുകളില്ലേ, യഥാർത്ഥത്തിൽ അത് വലിയ ഗൗരവപ്പെട്ട വാക്കുകളാണ്. നിങ്ങൾക്കറിയോ, സമശ്ഹരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം പറയും. നമ്മളൊക്കെ ദേഷ്യം പഠിക്കുമ്പോൾ വേഗം മക്കളെ കുറ്റം പറയുമ്പോൾ, ചീത്ത പറയുമ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കണം അത്തരം വാക്കുകൾ. കാരണം മാതാപിതാക്കളുടെ പ്രാർത്ഥന അല്ലാഹുവുമായി കൊണ്ട് മറയില്ലാത്ത പ്രാർത്ഥനകളാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നത് വെച്ചാല്, അദ്ദേഹം ഒരു കുരുവിയുമായി കൊണ്ട് അദ്ദേഹം ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. ഒരു കുരുവിയായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ആ കുരുവിന്റെ കാലെന്താക്കി, ഒരു കയറ് കൊണ്ട്, ഒരു ചരട് കൊണ്ടെന്താക്കി അതിനെ മുറിച്ചു കളഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ ഉമ്മ കണ്ടു. അദ്ദേഹത്തിന്റെ ഉമ്മ അത് കണ്ടു. ഉമ്മ കണ്ടപ്പോ ഉമ്മ എന്താക്കി? ദേഷ്യപ്പെട്ടു. നമ്മളെ പോലെ ദേഷ്യപ്പെട്ടു. ഉമ്മ എന്താക്കി? ദേഷ്യപ്പെട്ടു. ഉമ്മ പറഞ്ഞു, നിന്റെ കാലും അല്ലാഹു മുറിക്കട്ടെ. നിന്റെ കാലും അല്ലാഹു മുറിക്കട്ടെ. നമ്മൾ പറയല്ലേ, ലക്ഷണം കെട്ട സാധനം കണ്ടില്ലേ, ഇതൊക്കെ ഏത് കാലത്താണ് നന്നാകുക? ആ ഉമ്മ പറഞ്ഞോണ്ട് നിന്റെ കാലും അല്ലാഹു മുറിക്കട്ടെ. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഞാൻ പിന്നീട് വലുതായി, എൻ്റെ കാലിൽ ഒരു രോഗം ബാധിച്ച്, അങ്ങനെ എൻ്റെ കാലെന്താക്കിയിട്ടുണ്ട്? മുറിച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം ചരിത്രം പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിഹാരത്തിൽ ഒന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി നല്ല രൂപത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ശരി, ഇപ്പത്തെ സൈക്കോളജി വെച്ചിട്ട് നമ്മളെ കുട്ടികളോട് നമ്മൾ എന്തൊക്കെ ചൂടായിട്ടും ഒരു കാര്യമില്ല. ശരി,
നിങ്ങൾ ചൂടായി നോക്കി, മക്കളിങ്ങനെ അടുത്ത് കേട്ട് ഇങ്ങനെ നോക്കും. എന്താ അവൻ്റെ അടുത്ത് ഒരു പാവം ഉണ്ടാവില്ല അല്ലേ? അത് കേട്ട് അങ്ങനെ അടുത്ത് പോയില്ല. പിന്നെ എന്താ ഉണ്ടാകുക? അത് തന്നെ ഉണ്ടാകുക. ശരി, അത് ഏറ്റവും നല്ല പരിഹാരം. എന്ത് തെറ്റുകൾ നമ്മൾ ചെയ്താലും നമ്മൾ ആ ദേഷ്യമുള്ള സമയത്തല്ല തിരുത്തണ്ടേ. പിന്നെ കുട്ടികൾക്കുള്ള ഒരു നല്ല മനസ്സിന്റെ സമയത്ത് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. മക്കൾക്ക് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഏത് മക്കളും മാറും, മാറാത്ത ഒരു മക്കളും ഇല്ല. ഇന്റെ മോൻ നന്നാവില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുകയാണ്. ശരി, ഏത് മക്കളും മാറും. നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലേക്കൊന്ന് കടന്നു നോക്കി. നിങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുമ്പോൾ പ്രവാചകന്റെ ആ ജനത എന്തായിരുന്നു? ജാഹിലിയ കാലഘട്ടം എന്ന് നമ്മളൊക്കെ പഠിച്ച ആൾക്കാരാണ് അല്ലേ? മദ്യമില്ലാതെ, പെണ്ണില്ലാതെ, യുദ്ധമില്ലാതെ ജീവിക്കാൻ കഴിയൂല എന്ന് പ്രഖ്യാപിച്ച ആൾക്കാരായിരുന്നു അവർ അല്ലേ? ജീവിക്കാൻ കഴിയൂല. ഞാനൊരു ചരിത്രം പറയാം. അവർക്ക് എത്രത്തോളം ആ തിന്മയിൽ അഡിക്റ്റ് ആയിരുന്നു. പിന്നീട് അവർ അതിൽ നിന്ന് എങ്ങനെ മോചിതരായി, ചരിത്രം നമ്മൾ പഠിക്കണം. നന്നാവൂല എന്നൊരിക്കലും നമ്മൾ ഒരാളെയും വിധി ചെയ്തത്. എല്ലാവരും നന്നാവും. നന്നാകാനുള്ള പരിഹാര മാർഗം നമ്മൾ കാണിച്ചു കൊടുത്താൽ ആർക്കും നന്നാൻ പറ്റും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ അല്ലേ? എന്റെ കഴുത മുസ്ലിം ആയാലും ഞാൻ മുസ്ലിം ആവില്ല എന്ന് പറഞ്ഞില്ലേ? ആ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മാറിയത് നോക്കൂ നിങ്ങൾ. നമ്മൾ ഇന്ന് ഖുർആൻ ഇറങ്ങിയ മാസം അല്ലേ? അതിലൂടെ സഞ്ചരിക്കുന്ന ആ ഖുർആനിന്റെ ആയത്തുകൾ കൊണ്ടാണ് അവർക്ക് പരിവർത്തനം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മളെ മക്കൾക്കും അല്ലേ ദീനിയായി ഖുർആനിന്റെ ആയത്തുകൾ അവിടെ മനസ്സുകളിലേക്ക് തറച്ചാൽ മാറ്റങ്ങൾ ആർക്കും ഉണ്ടാവും. അതിന് ഇമാം ഖുർത്തുബി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയ ചരിത്രമാണ്. ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ വിശദീകരണത്തിൽ രേഖപ്പെടുത്തിയ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം എന്താ ചോദിച്ചത്? വികാരഭരിതമായിട്ടുള്ളൊരു ചരിത്രമാണ്. ശരിക്കും നമ്മളെ മനസ്സ് ശരിക്കും തട്ടി ഉണർത്തുന്ന ഒരു ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എന്നും ദുഃഖിതരനായിട്ട് ഒരാളെ കണ്ടു. നിങ്ങളെല്ലാരും ക്ലാസ്സിലില്ലേ? ഉറക്കൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഞാനൊരു 3-3.5 മണിക്കൂർ യാത്ര ചെയ്തിട്ട് അവിടെ വരുന്നേ. ശരി, മാനന്തവാടി എന്നാ വരുന്നേ. അപ്പോൾ നിങ്ങളെക്കാളും കൂടുതൽ ക്ഷീണവും ഉറക്കമൊക്കെ എനിക്കുണ്ട്. ഞാൻ രാവിലെ 8 മണിക്ക് പോയ ആളാ. ഖുതുബ കഴിഞ്ഞ് മാനന്തവാടിന്ന് അതേപോലെ ഇറങ്ങി ഇങ്ങോട്ടാ പോന്നെ. ഒരേപോലും കയറിയില്ല. ശരി, നല്ല ക്ഷീണം നിങ്ങളെക്കാൾ കൂടുതൽ എന്തുണ്ട് ഇന്നത്തെ ഒരു ദിവസം ഞമ്മക്കുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താക്കണം, ക്ലാസ്സിൽ എന്തായിരിക്കും നല്ലൊരു ശ്രദ്ധ എന്തായാലും ഉണ്ടാവണം. ശരി, ഞാൻ അത്ര കഠിനാറായിട്ട് അവിടെ വന്നിട്ട് ഞങ്ങൾ തൂങ്ങൽ മാത്രം കാണാനായിട്ട് കുത്തിരിക്കാറുണ്ട്, നടക്കൂലല്ലോ അല്ലേ? അപ്പോൾ ക്ലാസ്സിൽ നല്ലൊരു ശ്രദ്ധ ഉണ്ടാകും. ഓക്കെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഒരാൾ എന്നും കാണും. അയാളെ കാണുന്നത് എങ്ങനെയാണ്? വളരെ ദുഃഖത്തോട് കൂടിയിട്ടാണ് കാണുന്നത്. എന്നും അദ്ദേഹത്തിന്റെ മുഖത്ത് ദുഃഖം മാത്രം. ഒരു സന്തോഷത്തിന്റെ ഒരു പ്രസരിപ്പ് അദ്ദേഹത്തിന്റെ മുഖത്ത് കാണുന്നേയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാലക യകൂനു മഹ്സൂന, എന്താണ് നിങ്ങൾ ഇത്ര ദുഃഖിച്ചിരിക്കാനുള്ള കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ ആ സ്വഹാബ പറഞ്ഞു, ഇന്നി അദ്നൈതു ദംബൻ ജാഹിലിയ അഖാഫ്, ജാഹിലിയത്തിലുള്ള ഒരു തിന്മയാണ്, ഒരു തെറ്റാണ്. ഞാൻ ജാഹിലിയത്തിൽ ചെയ്ത ഒരു തെറ്റാണ് എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ടാക്കുന്നത്. ആ തെറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പുറത്ത് തരൂലേ? ഞാൻ ഇപ്പൊ മുസ്ലിം ആയിട്ടുണ്ട്, പഠിച്ച എനിക്ക് പുറത്ത് തരൂലേ?
അതാണ് എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നത്. അഹാഫു, എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നത്. അത് ആലോചിക്കുമ്പോൾ എൻ്റെ മുഖം ഒരിക്കലും സന്തോഷിക്കൂല, എനിക്ക് ഭയങ്കര സങ്കടമാണുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അഖ്ബിർനി അൻ ദംബിക, ആ പാപം എന്താണെന്ന് എന്നോട് പറഞ്ഞു തരൂ. ഇത്ര വിഷമമുണ്ടാക്കാനുള്ള ആ പാപം എന്താണെന്ന് എന്നോട് പറഞ്ഞു തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്വഹാബ ആ ചരിത്രങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഞാൻ പെൺമക്കളെ കൊല്ലുന്നവരുടെ ഗണത്തിലായിരുന്നു. ജാഹിലിയത്തിലുള്ളൊരു സ്വഭാവമായിരുന്നു എന്ത്? ജീവനോടെ പെൺകുട്ടികളെ എന്താക്കും? കുഴിച്ചു മൂടും. സ്വന്തം അല്ലേ, സ്വന്തത്തിന് പറന്ന പെൺമക്കളെ ജീവനോട് അവരെന്താക്കും? കുഴിച്ചു മൂടും. പ്രവാചകനോട് പറയാണ്, ഞാൻ അതിൽ പെട്ട ആളെ. എന്റെ പ്രവാചകനോട് ചരിത്രം പറയാണ് എന്തായാള്, എനിക്കൊരു പെൺകുട്ടി ജനിച്ചു. പെൺകുട്ടിയാണ് ജനിച്ചതെന്നറിഞ്ഞപ്പോൾ എന്റെ ഭാര്യ പറഞ്ഞു, അവളെ നിങ്ങൾ ജീവിക്കാൻ വിടണം, അവളെ നിങ്ങൾ കൊല്ലരുത്. ഭാര്യയുടെ ശുപാർശ അനുസരിച്ചുകൊണ്ട് ഞാൻ അവളെ ജീവിക്കാൻ വേണ്ടി വിട്ടു. പ്രവാചകനോട് ആ സ്വഹാബി പറഞ്ഞു, എന്റെ മകൾ വലുതായി, പ്രായപൂർത്തിയായി, സ്ത്രീകളിൽ ഏറ്റവും നല്ല ഭംഗിയുള്ള സ്ത്രീയായി കൊണ്ട് മാറി. പ്രായപൂർത്തിയായ വലിയ പെൺകുട്ടിയായി കൊണ്ട് മാറി. ആളുകളൊക്കെ എൻ്റെ വീട്ടിലേക്ക് ആളുകൾ കല്യാണം കഴിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ മകളെങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രവാചകനോട് പറയാണ്, എൻ്റെ ജാഹിലിയത്തിന്റെ ഹമീയത്ത് എന്നെ പിടികൂടി. ഹമീയത്ത് എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ കൂടെ, ഒരു സ്ത്രീയെ ഒരു ആണിന്റെ കൂടെ ജീവിക്കാൻ വിടുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയ സംഗതിയായിരുന്നില്ല. കാരണം ജനിച്ച ഉടനെ അവരെന്താക്കും? ഇല്ലേ, ഒഴിച്ചു പോകും. അത് മറ്റൊരാളുടെ കൂടെ ജീവിക്കാൻ വിടുക എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും ദുരഭിമാനമായിരുന്നു. രണ്ടാമത്തത്, ഭർത്താവില്ലാതെ എൻ്റെ മകൾ വീട്ടിലിരിക്കുന്നതും അതും അദ്ദേഹത്തിന് സങ്കടമുണ്ട്. എന്റെ പ്രവാചകനോട് ആ സ്വഹാബം പറയാണ്, ഒരു ദിവസം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ദൂരത്ത് എനിക്കൊരു കുടുംബക്കാരുണ്ട്, ഞാൻ അവരെ കാണാൻ വേണ്ടി പോവാണ്, അവരെ സന്ദർശിക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ മകളെ കൂടി എന്താക്കണം, എൻ്റെ കൂടെ വിട്ടു തരണം. മകളെ കൂടി എൻ്റെ കൂടെ വിട്ടു തരണം. അപ്പൊ ഭാര്യ കണ്ടീഷൻ കൊടുക്കുന്നുണ്ട്, എന്നെ നിങ്ങൾ വഞ്ചിക്കരുത്. കാരണം അവർക്കറിയാം കുഴിച്ചു മൂടുമെന്ന്. എന്നെ നിങ്ങൾ എന്താക്കരുത്? വഞ്ചിക്കരുത്. അപ്പൊ ഭർത്താവിന്റെ കുടുംബത്തിലേക്കാണ് പോകുന്നത്. തന്റെ മകളെ ദൂരെ വീട്ടിലാണുള്ളത്, തന്റെ മകളെയും കൂട്ടിയിട്ടാണ് പോണത്. അപ്പൊ ഭാര്യക്ക് വല്ലാത്ത സന്തോഷമായി. ഭാര്യ മകളെ നല്ല ആഭരണങ്ങളും ഉടയാടകളും അണിയിച്ചുകൊണ്ട് പറഞ്ഞയച്ചു. പക്ഷേ സ്വന്തം ഉപ്പ മകളെ കൊണ്ടുപോയത് കുടുംബത്തിലേക്കല്ല, ഒരു കിണറ്റിന്റെ അടുത്തേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. കുടുംബത്തിലേക്കൊന്നല്ല കൊണ്ടുപോയത്, പിന്നെ എവിടുക്ക? ഒരു കിണറ്റിന്റെ അടുത്തേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. ആ കിണറ്റിന്റെ അടുത്തിലെത്തിയിട്ട് ആ കിണറ്റിലേക്ക് ഇങ്ങനെ നോക്കി. മകൾക്ക് മനസ്സിലായി, എന്ത്? ബാപ്പനെ കൊണ്ടുവന്നത് കൊല്ലാൻ വേണ്ടിയിട്ടാണ്. വാപ്പ എന്നെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നെ ഈ കിണറ്റിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മകള് ചോദിക്കുന്നുണ്ട്, മാദാ തുരീദു അൻ തഫ്അല ബിഹാ. വാപ്പയെ ആ മകൾ ചോദിക്കുന്നുണ്ട്, എന്താണ് ഉപ്പ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
ഫജഅല തബ്കീ, ഉപ്പയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞിട്ടാണ് മകൾ ചോദിക്കുന്നത്, അല്ല ഉപ്പ, നിങ്ങൾ എന്തു ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ മകളെ? മകൾക്ക് മനസ്സിലായി കൊല്ലും എന്ന്. സ്വന്തം ബാപ്പാനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ചോദിക്കാണ്, എന്താ ഉപ്പ നിങ്ങൾ വിചാരിക്കണേ? എന്താ നിങ്ങൾ എന്നെ ചെയ്യാൻ പോകുന്നത്? മകളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ അല്ലേ ആ മകളോട് വല്ലാത്ത കാരുണ്യം തോന്നി. അപ്പൊ എന്താക്കും? കണക്കിലേക്കൊന്നുണ്ടണ്ട എന്ന് തീരുമാനിക്കും. വീണ്ടും ആ കിണറ്റിലേക്ക് തന്നെ അദ്ദേഹം എത്തി നോക്കും. അപ്പൊ അദ്ദേഹത്തിന് ജാഹിലിയ്യത്തിലെ ഹമിയത്ത് ഓർമ്മ വരും. ആ ജാഹിലിയ്യത്ത് അദ്ദേഹത്തിന് മനസ്സിൽ ഓർമ്മ വരും. അപ്പൊ എന്താക്കും? ഈ മകളെ പിടിച്ചാണ്ട് അതിലിടാൻ വേണ്ടി നോക്കും. അപ്പൊ മകള് ബാപ്പാനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വല്ലാതെ കരഞ്ഞുകൊണ്ട് ചോദിക്കും, എന്താണുപ്പ, നിങ്ങൾ എന്താണ് എന്നെ ചെയ്യാൻ പോകുന്നത്? മകളുടെ കരച്ചിൽ കേൾക്കുമ്പോ എന്താക്കും? ബാപ്പാന്റെ മനസ്സ് ഉരുകും, ദയ തോന്നും. അപ്പൊ കൊടും. ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. മകള് പറഞ്ഞു, ബാപ്പയോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? യാ അബീ ലാ തുളയ്യി അമാനിയും ലി ഉമ്മി, എന്റെ ഉമ്മയോട് കൊടുത്തിട്ടുള്ള അമാനത്ത് നിങ്ങൾ അത് ലംഘിക്കരുത് വാപ്പ. ഉമ്മാനോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ ചതിക്കൂല എന്ന്. അങ്ങനത്തെ ഒരു അമാനത്തിലാണ് എന്നെ നിങ്ങൾക്ക് വിട്ടു തന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്താക്കരുത്? ഉമ്മാന്റെ അമാനത്ത് നിങ്ങൾ തെറ്റിക്കരുത്. അദ്ദേഹം പ്രവാചകനോട് കരഞ്ഞുകൊണ്ട് ഈ സങ്കടം പറയാൻ. പ്രവാചകനോട് അദ്ദേഹം പറഞ്ഞ വാക്കെന്താ അറിയോ? റസൂലേ, ഞാൻ അവളെ നോക്കുമ്പോൾ എനിക്ക് കാരുണ്യം തോന്നും, അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് കാരുണ്യം തോന്നും. എന്നാൽ ആ കിണറ്റിലേക്ക് ഞാൻ എത്തി നോക്കുമ്പോൾ എന്റെ ജാഹിലിയത്തിന്റെ ഹമിയത്ത് എന്നെ പിടികൂടും. അവസാനം ഞാൻ പിശാച് എന്നിൽ നിന്ന് വിജയിച്ചു. ഞാൻ പറയാൻ, പിശാച് എന്നിൽ നിന്ന് വിജയിച്ചു. പ്രായപൂർത്തിയെത്തിയ മകൾ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വാപ്പ നിങ്ങൾ എന്താ എന്നെ ചെയ്യാൻ പോണേ എന്ന് കരഞ്ഞു ചോദിച്ച മകളെ ഞാൻ എന്താക്കി? തലക്കീയാക്കിക്കൊണ്ട് ആ കിണറ്റിലേക്ക് ഇട്ടു. അവള് വാവിട്ടുകൊണ്ട് കരയുന്നുണ്ട്, അബീ, എന്റെ പൊന്നുപ്പ എന്ന് അവർ ആർത്ത് നിലവിളിക്കുന്നുണ്ട്. പ്രവാചകര് അദ്ദേഹം ആ മകൾ അതിലേക്ക് ആവദിക്കുമ്പോൾ അവൾ വിളിച്ചു പറയുന്നുണ്ട്, യാ അബീ ഖതൽതനീ, നിങ്ങൾ എന്നെ കൊന്നില്ല വാപ്പാ, നിങ്ങൾ എന്നെ കൊന്നില്ല വാപ്പാ എന്നവൾ വിളിച്ചു പറയുന്നുണ്ട്. പ്രവാചകന് ആ സ്വഹാബ് പറയുന്ന വാക്കെന്തായോ? ആ നിലവിളി അല്ലെ അവസാനിക്കുന്നത് വരെ ആ കിണറ്റിനടുത്ത് ഞാനിരുന്നു. നിലവിളിയൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ എന്താക്കി? ഫറജഅതുഹു, ഞാൻ മടങ്ങി. ആലോചിക്കും. ഇത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫബഖാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ കരഞ്ഞു. ഈ ചരിത്രം കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, ജാഹിലിയ്യത്തിന്റെ വിഷയത്തിൽ, ജാഹിലിയ കാലഘട്ടത്തിൽ ചെയ്ത തെറ്റിന് ആരെയെങ്കിലും ശിക്ഷിക്കുകയാണെങ്കിൽ ആദ്യം നിന്നെ ഞാൻ ശിക്ഷിക്കും. അറിയില്ലായ്മ കൊണ്ട് ചെയ്തതാണ്, അത് പടച്ചോ നിങ്ങൾക്ക് എന്താക്കി തരും? പുറത്തു തരും. നമ്മൾ ആലോചിക്കുക, ഇങ്ങനത്തെ കൊടും ബാധകം ചെയ്ത ആളുകളെ അല്ലേ അവരുടെ മനസ്സ് മാറ്റി നേരായ പാതയിലേക്ക് അവരെ എത്തിച്ചത് ഖുർആനാണെങ്കിൽ, പരിവർത്തനം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ മക്കളെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയൂലേ?
ശരിക്കാലോചിച്ചോളൂ. നമ്മൾ മുദ്ര കുത്തണ്ട, നന്നാവൂല, ലശാൻ കെട്ട സാധനമാണ്, എത്ര കാലമായി എന്നടുത്ത് പറയാൻ തുടങ്ങിയിട്ട്, എനിക്കൊരു പൊരുത്തം കെട്ടുണ്ടായി. ഇങ്ങനത്തെ വാക്കുകൾ ഒരിക്കലും നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ പറയാൻ പാടില്ല. ശരി, ഏതു മനസ്സും മാറും. നോക്കൂ, നിങ്ങൾ ഈ ചരിത്രം കേട്ടു നോക്കുങ്ങൾ. സ്വന്തം മകളെ കെട്ടിപ്പിടിച്ച്, പാപ്പ നിങ്ങൾ എന്താ എന്നെ ചെയ്യാൻ പോണ്, കൊല്ലാൻ പോകാണെന്ന് മകൾക്ക് അറിയാം. അവരെ ഇത്ര വലിയ മാറ്റത്തിന് വിധേയമാക്കിയിട്ടുണ്ട് എങ്കിൽ ഏത് മനസ്സാണ് മാറാത്തത്? എല്ലാ മനസ്സും മാറും സഹോദരന്മാരെ. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താ? പ്രശ്നങ്ങൾ ഇങ്ങനെ പറയല്ല, പിന്നെ എന്ത് വേണം? ആ പ്രശ്നത്തിനുള്ള പരിഹാരങ്ങൾ നമ്മുടെ മക്കളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം. ആ പരിഹാരമാണ് ഒന്ന്. എന്ത്? നമ്മളൊക്കെ ഒറ്റക്ക് ഇങ്ങനെ പോവെടുക്ക്, എല്ലാ ക്ലാസ്സിനും എല്ലാ വയലിനും കുട്ടികളെ കഴിച്ചാല് അത് ഓൻ ഒച്ചപ്പാടുണ്ടാക്കും, ഓനായും കേൾക്കാൻ മാത്രം ആയില്ല, ഓൻ ചെറിയ കുട്ടിയാണ്. ഇങ്ങനത്തെ കാരണങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ മക്കളൊക്കെ നമ്മൾ എന്താക്കും? നല്ല സദസ്സൊന്നും കൊണ്ടുവരില്ല. അവിടെ പ്രശ്നം. പ്രതിവിധി 2. അതെന്താ? നമ്മൾ എന്തൊക്കെ നല്ല ക്ലാസ്സുകൾക്ക് പോകുന്നുണ്ടോ അവിടേക്കൊക്കെ നമ്മൾ ആരെ കൊണ്ടുപോകണം? നമ്മുടെ മക്കളെ നമ്മൾ കൊണ്ടുപോകണം. ചെറുതൻ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഈ പള്ളിക്ക് വരെ കുട്ടികളെ ആരും കൊണ്ടുവരില്ല. ഇനി ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഈ ഉമ്മമാരോട് പറഞ്ഞു നോക്കി, നിങ്ങൾ ഒരു ക്ലാസ്സിന് പോകാണ്ടെന്ന് പറഞ്ഞാല് അപ്പം കാരണം പറയരുത്, എനിക്ക് ചെറിയ കുട്ടിയുണ്ട് കേട്ടോ, വരാൻ പറ്റില്ല കേട്ടോ. കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവന്നാൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. നമ്മളിങ്ങനെ വീർപ്പിച്ചാണ്, ഒച്ച ഉണ്ടാക്കും, കളിക്കും, അല്ലേ? ഇതൊക്കെ ഇസ്ലാമിക ചരിത്രങ്ങൾ പരിശോധിച്ചല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലേ, ഹസ്സൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവരെ പള്ളിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, സുജൂദ് ചെയ്ത സമയത്ത്, അല്ലേ, പ്രവാചകന്റെ തോളിലിരുന്നു. അവർക്ക് പ്രയാസമുണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രവാചകൻ സുജൂദ് നീട്ടി. ബാക്കിൽ നിന്ന് സ്വഹാബത്ത് തല പൊക്കി നോക്കി, അള്ളാന്റെ റസൂൽ എന്താ ഉയരാത്തത്? എന്താ ഉയരാഞ്ഞ്? പേരക്കുട്ടികൾ കഴുത്തിൽ കയറി ഇരുന്നിട്ടുണ്ട്. അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ പ്രവാചകൻ സുജൂദ് അല്പം നീട്ടി. ഞമ്മക്ക് മക്കളെ പള്ളിക്കൊന്നും കൊണ്ടുവരാൻ പറ്റില്ല, ഒച്ചുണ്ടാക്കും, കളിച്ചു. നോക്കി കളി. എന്നിട്ട് നമ്മള് വേടക്കൊക്കെ കൊണ്ടുപോണ്ട്, കല്യാണത്തിന് നമ്മൾ കൊണ്ടുപോണ്ട്, തക്കാരത്തിന് നമ്മൾ കൊണ്ടുപോണ്ട്, ഷോപ്പിങ്ങിന് നമ്മൾ കൊണ്ട്. അവിടെ ഒന്നും ഒച്ചപ്പാടുമ്പോഴൊന്നുമില്ല. അവിടെ ഒന്നും ആളുകൾക്ക് എന്തില്ല, ഒരച്ചപ്പാടും പ്രശ്നമില്ല. അള്ളാന്റെ ദീൻ കേൾക്കുന്നിടത്ത് മാത്രമാണ് എന്തിന് ഭയങ്കര പ്രശ്നം. ഈ ചിന്താഗതികളാണ് നമ്മൾ മാറ്റേണ്ടത്. ശരി, ഇപ്പൊ ചെറുപ്പത്തിൽ കൊടുക്കേണ്ടത് നമ്മുടെ കുഞ്ഞു മനസ്സുകളിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വലുപ്പാകുമ്പോ നമ്മൾ പറഞ്ഞുകൊടുത്തൊക്കെ നിൽക്കുവാര് നമ്മുടെ മക്കൾ. നമ്മൾ സാധാരണ പറയല്ലോ, അടക്കയാണെങ്കിൽ മടിയിൽ വെക്കാം, കൗങ്ങായാലോ കൗങ്ങായ ഒന്നും കാട്ടാൻ കഴിയൂല. നമ്മൾ കുട്ടിയാണ് കുട്ടിയാണ് കുട്ടിയാണ്, ഓനായില്ല ആയില്ല ആയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോവാണ്. ശരി, ഇങ്ങനത്തെ ചില ചിന്താഗതികൾ മാറുമ്പോൾ മാത്രമാണ്. ഇല്ലെങ്കിൽ എന്താവും? ഇന്ന് ആരാന്റെ മക്കളുടെ വാർത്ത നമ്മൾ കേട്ട് നാളെ സ്വന്തം മക്കളുടെ വാർത്ത നമ്മൾ വായിക്കേണ്ടി വരും. ശരി, പ്രതിവിധിയിലേക്ക് നമ്മൾ കടന്നു വരണം. ഇനി എന്ത് വേണം? ദീനിയായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളിലേക്കും നമ്മൾ ആരെ കൊണ്ടുപോകണം? നമ്മളെ മക്കളെ കൊണ്ടുപോകണം. ഞാൻ ചോദിക്കാം, ഇവിടൊക്കെ ഖുർആൻ പഠന ക്ലാസ്സുകൾ നടക്കുന്ന സ്ഥലങ്ങളാണ്, ലേണിങ്ങുകൾ നടക്കുന്ന സ്ഥലങ്ങളാണ്, അല്ലെ? എത്ര ആളുകൾ കുടുംബസമേതം ആ ക്ലാസ്സുകളിലേക്ക് വരാറുണ്ട്? ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിച്ചോളൂ. നമ്മളെ മക്കളെയും, അല്ലെ, നമ്മളെ വീട്ടിലെ ആൾക്കാർ എല്ലാരെയും കൂട്ടിയിട്ട് എത്ര ആളുകൾ ക്ലാസ്സിനെത്താറുണ്ട്? ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത, അല്ലെ,
പ്രതിവിധികൾ, പരിഹാരങ്ങൾ നമ്മൾ സ്വീകരിക്കാതെ മക്കളെ നന്നാക്കണം എന്ന് വിചാരിച്ചാലേ ഒരു കാലത്തും നമുക്ക് എന്താക്കാൻ കഴിയില്ല, നന്നാക്കാൻ നമുക്ക് സാധ്യമല്ല. സഹാബാക്കൾ മക്കളെ ഏതൊക്കെ രംഗത്ത് വിട്ടിട്ടുണ്ട്. ഞാനൊരു ചരിത്രം പറയാം, കേട്ടോളിങ്ങൾ. ആ ചരിത്രം സുറൈമ റളിയല്ലാഹുവിന്റെ ചരിത്രമാണ്. സുറൈമ റളിയല്ലാഹുവിന്റെ ചരിത്രം. ആരായിരുന്നു സുറൈമ? നല്ല ക്ഷമയുള്ള സ്ത്രീയായിരുന്നു സുറൈമ. നല്ല ക്ഷമയുള്ള, നല്ല ധൈര്യശാലിയായിട്ടുള്ള ആളായിരുന്നു ആര്? സുറൈമ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് 2 മക്കളുണ്ടായിരുന്നു. ആ മക്കളെ അദ്ദേഹം ഒരു യുദ്ധമുഖത്തേക്ക് അദ്ദേഹം കൊണ്ടുപോകുന്നുണ്ട്. ഒരു യുദ്ധത്തിന് വേണ്ടി അദ്ദേഹം കൊണ്ടുപോകുന്ന രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏത് യുദ്ധത്തിലാണ്? ഉഹുദിന്റെ രണാങ്കണത്തിലാണ്. ഉഹുദിന്റെ രണാങ്കണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് നുഹ്മാൻ ഇബ്നു അബ്ദുൽ അംറിനെയും സുലൈമാൻ ഇബ്നു ആരിസിനെയും പ്രവാചകന്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ കൊണ്ടുപോയിക്കോളി. എങ്ങോട്ട്? ഉഹുദിന്റെ രണാങ്കണത്തിലേക്ക്. വലിയ പ്രായമൊന്നുമില്ല. നമ്മൾ ശരിക്കും ആലോചിക്കണം, വലിയ പ്രായമൊന്നുമില്ല അല്ലേ? ദീനി ക്ലാസ്സൊക്കെ നമുക്ക് കൊണ്ടുവരാൻ എന്താ പ്രശ്നം? ഓ കുട്ടിയല്ലേ അല്ലേ? അങ്ങനെ നമ്മൾ പറയാം. ഓനാ മാത്രം കേൾക്കാനൊന്നും ആയില്ല. നമ്മൾ പറയുന്ന വാക്കാണ് അല്ലേ? ചിന്തിച്ചു, ദീൻ പഠിക്കുന്നോട്ട് മാത്രമേ പ്രശ്നമുള്ളൂ. നമ്മൾ ഈ സാധനം കൊടുത്തിട്ട് എന്തൊക്കെ അവർക്ക് അറിയാൻ ചോദിച്ചോളൂ. നമ്മളെക്കാൾ കൂടുതൽ അറിയാം അവർക്ക് എന്തൊക്കെ ഇതിലുണ്ട്. ലോക്കാക്കിയാ പോലെ എങ്ങനെ ഗെയിം കളിക്കാൻ നമ്മളെ കുട്ടിയോട് ചോദിച്ചാൽ പറഞ്ഞുതരും. ഞാൻ അത്ഭുതപ്പെട്ടത് അതാണ്. എൻ്റെ മക്കൾ ലോക്കാക്കിയിട്ട് എടുത്തിട്ട് ഗെയിം കളിക്കും. അപ്പൊ ഞാൻ ഒരിക്കലും ചോദിച്ചു, ഇതിന്റെ പാസ്വേഡ് ഒന്നും അറിയില്ല. അതൊക്കെ എടുക്കാൻ വളരെ എളുപ്പമാണ്. അങ്ങനെയുണ്ട് അല്ലെ? ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മൾ എവിടെ? പരലോകത്തിന്റെ വിഷയത്തിൽ നമ്മൾ എവിടെ? മക്കളുടെ വിഷയത്തിൽ. സുലൈമാൻ റളിയല്ലാഹു അൻഹു ഈ 2 ആളുകളെയും പ്രവാചകൻ ഉഹുദിന്റെ രണാങ്കണത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് യുദ്ധത്തിന് പോകുന്ന ആളുകൾ മുമ്പിലാ പോണേ. ബാക്കിൽ കുറച്ച് സ്ത്രീകളുടെ കൂടെ സുലൈമ റളിയല്ലാഹു അൻഹു പിന്നിൽ പോകുന്നുണ്ട്. എന്തിനാ? ഈ യുദ്ധത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ 2 പൊന്നു മക്കളുണ്ട് അതിൽ. അവർക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എന്തായി? യുദ്ധം കഴിഞ്ഞിട്ട് ആ ഉഹുദിൽ പങ്കെടുത്ത ആളുകൾ അല്ലേ, അവര് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോ അതിലെ ഒരു സൈനികൻ ആരെ കാണാണ്? ദൂരത്ത് നിന്ന് സുലൈമ റളിയല്ലാഹു അൻഹു കാണാൻ. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. എന്ന് പറഞ്ഞതാ, നിങ്ങളുടെ 2 മക്കൾ ഷഹീദായി. ലൈവില് കേൾക്കുന്നത് എന്താ? നിങ്ങളുടെ 2 മക്കൾ ഷഹീദായി എന്നാണ് കേൾക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ക്ഷമയുള്ള സ്ത്രീയായിരുന്നു. അതുകൊണ്ട് മാറത്തടിച്ച് കരഞ്ഞിട്ടില്ല, ബോധരഹിതനായി വീണിട്ടില്ല. ഒറ്റ വാക്ക്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ഒറ്റ വാക്ക് മാത്രമായിരുന്നു ഉണ്ടായിട്ട്. ഉഹുദിന്റെ രണാങ്കണത്തിൽ പോയിട്ട് ആ 2 മയ്യത്തും അദ്ദേഹം സ്വന്തം കൈകൊണ്ടെടുത്ത് അദ്ദേഹത്തിന്റെ ഒട്ടകപ്പുറത്ത് കയറ്റി അദ്ദേഹം നാട്ടിലേക്ക് യാത്ര തിരിച്ചു. നമ്മൾ ആലോചിച്ചു, സ്വന്തം 2 മക്കളുടെ മയ്യത്ത് സ്വന്തം കൈകൊണ്ടെടുത്ത് ഒട്ടകപ്പുറത്ത് വെച്ച് അദ്ദേഹം എന്താണ് യാത്ര തിരിച്ചു. ആംബുലൻസ് ഒന്നുമില്ലല്ലോ, ഒട്ടകമാണ്. വഴിയിൽ വെച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്. ഈ 2 മക്കളെയായിട്ട് മയ്യത്തായിട്ട് ഇങ്ങനെ പോകുമ്പോ വഴിയിൽ വെച്ച് ആയിഷ റളിയല്ലാഹു അൻഹ സുലൈമ റളിയല്ലാഹു അൻഹ കണ്ടു. ചോദിക്കാണ്, അല്ല സുലൈമ, എന്താണ് ഈ ഒട്ടകത്തിന്റെ പിന്നിൽ നീ വെച്ച് കെട്ടി കൊണ്ടുവരുന്നത്?
സുലൈമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മുടെ പ്രവാചകന് ഒരു അത്യാഹിതവും വന്നിട്ടില്ല, നമ്മുടെ പ്രവാചകൻ സുരക്ഷിതനാണ്, നമ്മുടെ പ്രവാചകൻ സുരക്ഷിതനാണ്. ചോദിച്ച ചോദ്യം എന്താ? പിന്നിൽ എന്താന്നാ ചോദിച്ചു. മറുപടി എന്താ? എന്റെ പ്രവാചകൻ സുരക്ഷിതനാണെന്ന് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു ചോദിച്ചു, സുലൈമാൻ കരളിന്റെ കഷ്ണമായ പ്രവാചകനെ കുറിച്ചല്ല ചോദിച്ചത്, ഈ ഒട്ടകത്തിന്റെ പുറത്ത് വെച്ച് കെട്ടി കൊണ്ടുവരുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മഹാനായ സുലൈമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ 2 മക്കളുടെ മയ്യത്താണ് ഞാൻ കൊണ്ടുവരുന്നത്, എന്റെ 2 മക്കളുടെ മയ്യത്താണ് ഞാൻ കൊണ്ടുവരുന്നത്. ഒന്ന് നുഅ്മാനിന്റെയും മറ്റൊന്ന് സുലൈമാനിന്റെയും മയ്യത്താണ് കൊണ്ടുവരുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അവർക്ക് രക്തസാക്ഷിത്വം നൽകുക വഴി എന്നെ അല്ലാഹു അനുഗ്രഹിച്ചിരിക്കുന്നു, അവരെ അല്ലാഹു രക്തസാക്ഷിയായി കൊണ്ടുപോയി, അതിൽ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. എനിക്ക് അവരോടൊപ്പം സ്വർഗത്തിൽ ഒരു ഇടം ലഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഒരു ഉമ്മയുടെ സംസാരം. മക്കളെ കൊടുക്കാൻ വിട്ടത് നമ്മൾ ചിന്തിക്കും അല്ലേ? ദീനിയായിട്ട് എന്തൊക്കെ ക്ലാസ്സുകൾ നമ്മളെ നാട്ടിലൊക്കെ നടക്കുന്നത്. നമ്മളെ മക്കളെ നമ്മൾ എത്ര വിടുന്നുണ്ട്, എന്തിനൊക്കെ വിടുന്നുണ്ട്? ശരിക്കാലോചിച്ചു. പരിഹാരങ്ങൾ, പ്രതിവിധികൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് ആ പ്രതിവിധികളിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരാതെ അല്ലേ, നമ്മളെ മക്കൾ വഴി തെറ്റുന്നതിൽ ആരെയാണ് കുറ്റം പറയേണ്ടത്? മക്കളെയാണോ രക്ഷിതാക്കളെയാണോ? അവിടെ നമ്മൾ പരിശോധിക്കണ്ടേ. ചെറുപ്പത്തിൽ തന്നെ ദീനിയായി കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്താൻ അവസരം കിട്ടുമ്പോൾ സ്വന്തം മക്കളെ ജീവനോടെ തിരിച്ചു വരുമോ എന്നറിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ വിടാൻ പോയിക്കോളി. ആലോചിച്ചു നോക്കൂ നിങ്ങൾ അല്ലേ? ഇങ്ങനെ ദീനിയായി കൊണ്ട് നമ്മുടെ നാടുകളിൽ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്, അതിലേക്കൊക്കെ നമ്മളെ മക്കൾ എത്തുന്നുണ്ടോ? അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ചില ഇടപാടുകൾ അല്ലെങ്കിൽ ബോധപൂർവമായിട്ടുള്ള ചില ഇടപെടലുകൾ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നടത്തിയിട്ടില്ല എങ്കിൽ എന്താ സംഭവിക്കാൻ ചോദിച്ചാൽ, നാളെ അവർ നിങ്ങൾക്ക് ശത്രുവായി കൊണ്ട് മാറും. നാളെ നിങ്ങൾക്ക് എന്നൊരു തലവേദന ആയിരിക്കും. എനിക്കറിയാം, ഞാൻ ഡി അഡിഷൻ സെന്ററിൽ കുറച്ചു കാലം വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. അവിടേക്ക് കോഴിക്കോട് ഭാഗത്ത് നമ്മുടെ ജില്ലയിൽ ഒരാൾ വന്നു. ഒരു 10-35 വയസ്സുള്ളൊരു ആൾ വന്നു. അയാൾ വന്ന് നമ്മുടെ മുമ്പിൽ ഇരുന്നിട്ട് അയാൾ കരയാണ്, പൊട്ടിക്കരയാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയണത്? അപ്പൊ ഈ നല്ല മദ്യപിക്കും അദ്ദേഹം. അപ്പൊ ഈ മദ്യപാനത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ആഗ്രഹം പോയി. എനിക്ക് അതിനൊക്കെ ആഗ്രഹമുണ്ട്, കഴിച്ചിലാണ്, എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചിലാണ്. പക്ഷെ ഞാൻ ഇപ്പൊ കരയുന്നത് എന്തിനാ ചോദിച്ചാൽ, എൻ്റെ ഉപ്പാന്റെ മയ്യത്തോർത്തിട്ടാണ് ഞാൻ കരയുന്നത്. എന്തിനാ നിങ്ങൾ കരയണേ? അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? എൻ്റെ ഉപ്പ മരിച്ചിട്ട് ദാ വീടിൻ്റെ ഒരു റൂമിൽ ഉപ്പാന്റെ മയ്യത്ത് കൊണ്ടുവച്ചു. അതേ വീട്ടിൽ മറ്റേ റൂമിൽ മദ്യപിച്ച് ലക്കും ലഗാനുമില്ലാതെ എന്തൊക്കെയോ ഞാൻ വിളിച്ചു പറയുന്നുണ്ട്. ആളുകൾ എല്ലാവരും എൻ്റെ വാപ്പാന്റെ മയ്യത്ത് കണ്ടുപോയി തിരിച്ചു പോകുന്നു. നാട്ടുകാരെല്ലാവരും പള്ളിയിലേക്ക് കൊണ്ടുപോയി എൻ്റെ വാപ്പാക്ക് വേണ്ടി നമസ്കരിച്ചു. പക്ഷേ എൻ്റെ വാപ്പാനെ ഒന്ന് മരിച്ച സമയത്തൊന്ന് നോക്കാൻ, ഒന്ന് നമസ്കരിക്കാൻ ജീവിതത്തിൽ എനിക്കൊരവസരം ഉണ്ടായിട്ടില്ല. എൻ്റെ ലഹരി എന്നെ അതിൽ നിന്ന് തടഞ്ഞു വെച്ചു. അദ്ദേഹം പറഞ്ഞൊരു പ്രയാസമാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്ത് നമ്മൾ നോക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് നോക്കി കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട മൂല്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ
ഞമ്മക്കന്നെ ഈ കുട്ടികളെന്താവും നേരെ ഉൾട്ടായിട്ട് വരും. വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഇങ്ങനെയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ വിശ്വസിച്ച ആളുകളെ, ഇന്ന മിൻ അസ്വാജികും, നിശ്ചയമായും നിങ്ങളുടെ ഭാര്യമാരിൽ ഇണകളിൽ, വ ഔലാദികും, നിങ്ങളുടെ മക്കളിൽ, അദുവ്വുൽ ലക്കും, നിങ്ങൾക്കുള്ള ശത്രുവുണ്ട്. ആ ഭാര്യ നിങ്ങൾക്ക് ശത്രുവാകും. ഇത്ര പോറ്റി വളർത്തിയ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ശത്രുവാകും. ഞാൻ പറഞ്ഞല്ല, ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. നോക്കൂ നിങ്ങൾ, നമ്മൾ നോക്കി 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 നമ്മൾ കുറെ പറയാൻ തുടങ്ങിയിട്ട് അല്ലേ? എന്ത് നോക്കി? നമ്മൾ ചെറുപ്പത്തിൽ കൊടുക്കേണ്ട കുറെ മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് നോക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണ് എങ്കിൽ നമുക്കൊക്കെ എന്ത് പറയാൻ പറ്റും? അംഗീകാരങ്ങൾ പറയാൻ പറ്റും. നിങ്ങൾക്കറിയോ, ഇമാം ഇബ്നുൽ ഖയ്യൂം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. അതെന്താ? എത്രയോ മാതാപിതാക്കൾ അവരുടെ പ്രിയപ്പെട്ട മക്കളുടെ കാര്യത്തിൽ വല്ലാതെ അലസത കാണിക്കുന്നുണ്ട്. വല്ലാതെ അലസത കാണിക്കുന്ന ആളുകളാണ്. എന്താ അലസത? മര്യാദ പഠിപ്പിക്കേണ്ട സമയത്ത് എന്താക്കൂല, അവർക്ക് മര്യാദ പഠിപ്പിച്ചു കൊടുക്കൂല. ശരി, മര്യാദ പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയത്ത് അവർക്ക് മര്യാദ പഠിപ്പിച്ചു കൊടുക്കൂല. ഇപ്പൊ ചെറിയ കുട്ടികൾ നമുക്കറിയാം, നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കണ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? 2 കൈ കൊണ്ടും അല്ലേ, അവിടുന്ന് വാരി ഇവിടുന്ന് വാരി. നമ്മളിത് കണ്ടാൽ തന്നെ നമ്മൾ എന്താക്കുക, ഓ ചെറിയ കുട്ടികൾ എന്താ രസം തിന്നത് കാണാൻ, ഇങ്ങനല്ലേ പറയുന്നത് അല്ലേ? ഇവിടെയാണ് നമ്മൾ തിരുത്തേണ്ടത്, മര്യാദ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇടത് കൈ കൊണ്ട് തിന്നുമ്പോ ആ കൈ മാറ്റി കൊടുക്കാൻ നമുക്ക് കഴിയണം. അതാണ് മര്യാദ. മാതാപിതാക്കൾ മക്കൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സമ്മാനം എന്താ? ഏറ്റവും വലിയ സമ്മാനം എന്താ? മൊബൈൽ ഫോണല്ല. നമ്മുടെ സമ്പത്തിൽ നിന്ന് ഒരു വിഹിതം അവർക്ക് കൊടുക്കണമല്ല. ദുനിയാവിലെ എന്തെങ്കിലും വസ്തുക്കളല്ല, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആദാബുൽ ഹസൻ എന്നാണ് പറഞ്ഞത്. ശിക്ഷണം നൽകുക എന്നാണ് ഏറ്റവും വലിയ സമ്മാനം. ശിക്ഷണം. അതിനെ അടിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. എന്നുവെച്ചാല് അടിക്കേണ്ട സമയത്ത് അടിക്കണം. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞത് എന്ത്? 7 വയസ്സായാൽ നിങ്ങൾ എന്താക്കണം? ശീലിപ്പിക്കണം. 10 വയസ്സായി ചെയ്തിട്ടില്ലെങ്കിൽ അടിക്കണം. അടിക്കേണ്ട സമയത്ത് അടിക്കണം. ആദാബുൽ ഹസൻ. ഓരോ കാലഘട്ടമുണ്ട് കുട്ടികൾക്ക്, ഓരോ ഏജുണ്ട്. ആ ഏജിനനുസരിച്ച് കുട്ടികൾക്ക് എന്താക്കണം? ഓരോ അദബുകൾ നമ്മൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് ഏറ്റവും വലിയ സമ്മാനമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തൊക്കെ ഇങ്ങനെ ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ? ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി എന്താക്കി, അവിടുന്ന് ഇവിടുന്നൊക്കെ മാന്തി വെച്ച്. കുട്ടികളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ, ഒരു മര്യാദയ്ക്ക് ഇരുന്ന് തിന്നൂലല്ലോ. പ്രവാചകൻ ആ കുട്ടിന്റെ കൈ പിടിച്ചു അല്ലേ? എന്നിട്ട് പറഞ്ഞു, മോനെ നീ വലത് കൈ കൊണ്ട് തിന്ന്. പ്രവാചകൻ അതവ് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ വലത് കൈ കൊണ്ട് തിന്നു. നീ ബിസ്മി ചൊല്ലി തിന്ന്. നീ നിന്റെ ഭാഗത്ത് നിന്ന് തിന്ന്. പ്രവാചകൻ തൊട്ടടുത്തിരുന്നിട്ട് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുക അല്ലേ? ഇങ്ങനെയാണ് മക്കളെ നമ്മൾ കൃത്യമായിട്ടുള്ള അതവ് പഠിപ്പിച്ചു കൊടുക്കുക. നമ്മൾ എന്തെങ്കിലും അത് കാണുമ്പോഴത്തേന് നമ്മൾ എന്താക്കുക, 4 ചീത്ത ആദ്യം കൊടുക്കും. തല്ലാൻ പറ്റണമെങ്കിൽ 4 തല്ലും കൊടുക്കും അല്ലേ? കൊടുത്തൊക്കെ കഴിഞ്ഞാൽ നമുക്കൊക്കെ ഭയങ്കര സങ്കടമാണ്. കുറച്ച് കഴിഞ്ഞ് നമ്മൾ സുല്ലാക്കാൻ വേണ്ടി പോവുകയും ചെയ്യും. ഇതാ നമ്മളതൊക്കെ സിസ്റ്റം. അങ്ങനെയല്ല. ശരി, സെന്റിമെന്റ് നമ്മൾ സാധാരണ വരല്ലോ. ഇപ്പത്തെ മക്കളിൽ നമുക്കുണ്ടാകേണ്ട സാധനത. ശരി, അടിച്ചാൽ എന്താ, ഇറങ്ങിയത് പോകും. പിന്നെ ഓനും തെരഞ്ഞ് നമ്മൾ നടക്കേണ്ടി വരും. ഓനും തെരഞ്ഞ് നമ്മൾ എന്താക്കേണ്ടി വരും? നടക്കേണ്ടി വരും.
മനസ്സിലല്ലേ? അപ്പോ എന്റെ ക്ലാസ് ഇങ്ങനെ അവിടെ അവസാനിപ്പിക്കുകയാണ്, ശ്രദ്ധിച്ചോളി. അപ്പൊ ഞാൻ സൂചിപ്പിച്ച എന്താ ചോദിച്ചാൽ, നാട്ടിൽ വ്യത്യസ്തമായ അല്ലെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പല വാർത്തകളും നമ്മൾ കേൾക്കുമ്പോൾ ശരി അത് ചർച്ച ചെയ്യാനും ഊതി വീർപ്പിക്കാനൊക്കെ ആളുകൾ ഉണ്ടാവും. പക്ഷെ പരിഹാരത്തിലേക്ക് വരാൻ ആരുമില്ല. ഇസ്ലാം കൃത്യമായ അതിന് പരിഹാരങ്ങൾ നൽകുന്നുണ്ട്. ആ പരിഹാരമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒന്ന്, നല്ല ശിക്ഷണം നൽകുക. ശരി. രണ്ടാമത്തത്, ദീനിയായിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളിലും നമ്മുടെ കൂടെ അവരെ കൊണ്ട് നടത്തുക. ശരി. മൂന്നാമത്തത്, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനത്തെ പ്രതിവിധികൾ നമ്മൾ തേടുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മക്കളെ നല്ല രൂപത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് നോക്കും. ശരി. ഒരൊറ്റ പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താ? നിഷിദ്ധമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് ചെയ്യുമ്പോൾ അല്ലെ അരുത് എന്ന് പറയാൻ നമുക്ക് കഴിയണം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഭയങ്കര ഹീറ്റായി ചൂടാക്കി ഇങ്ങനല്ല. അതിനൊരു മര്യാദ ഉണ്ട്. ശരി, അതിനൊരു മര്യാദ ഉണ്ട്. ബൈത്തുൽ മാലിൽ നിന്ന് നോക്കൂ നിങ്ങൾ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ കാരക്ക എടുത്ത് തിന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വായയിലേക്ക് കൈയിട്ടിട്ട് മോനെ തുപ്പ്, കാരണം അത് സക്കാത്തിൻ്റെതാണ്, അത് നമുക്ക് തിന്നാൻ പറ്റൂല എന്ന് മര്യാദ പഠിപ്പിച്ചു കൊടുത്തു. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെങ്ങാനും തെറ്റ് ചെയ്തൊരു കുട്ടി പൊരേക്കൊന്നും എങ്ങനെ ഉണ്ടാവും? പിന്നീട് ബദർ ഊതും ഗന്ധൊക്കെ കട കഴിഞ്ഞുണ്ടാവും. അതല്ല. ചില കുട്ടികളൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. എല്ലാം പറഞ്ഞോളി, പാപ്പ അങ്ങനെ തന്നെയാണ്. അങ്ങനൊന്നും വിചാരിക്കണ്ട. അടി കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കൊടുക്കണം. അത് എന്ത് വേണം? ആ വടി എടുത്താൽ വാപ്പൻ്റെ കിട്ടും എന്ന് കുട്ടികൾക്ക് എന്താക്കണം? ബോധ്യം ഉണ്ടാക്കണം. ഇന്ന് ശിക്ഷിക്കാനൊന്നും പറ്റിയ കാലല്ല. ശിക്ഷിച്ചാൽ എന്താക്കും? ഓൾക്ക് എവിടേക്ക് വിളിച്ചണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഫോൺ നമ്പർ ഓൾക്കൊക്കെ അറിയാം. കാരണം സ്കൂളിൽ നിന്നൊക്കെ കൃത്യം അത്തരം കൗൺസിലും ക്ലാസ്സൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ശരി. അങ്ങനത്തെ കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്താക്കണം വെച്ചാൽ നിഷിദ്ധങ്ങൾ നമ്മൾ എന്താക്കുക, അത് കൃത്യമായി കൊണ്ട് തടഞ്ഞ് അല്ലേ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുക. നല്ല രൂപത്തിൽ അവരോട് നമ്മൾ എന്താക്കുക, പെരുമാറുക. അവരുടെ കൂട്ടുകെട്ടുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക. നല്ല കൂട്ടുകെട്ടിലേക്ക് നമ്മൾ അവരെ എത്തിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മക്കളെ നമുക്ക് തന്നെ കിട്ടുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ഇത്തരം പ്രതിവിധികളിലൂടെ നമ്മൾ മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ഖുർറത്ത അഅ്യുൻ എന്ന് പറഞ്ഞല്ലോ, അതിലേക്ക് നമ്മളെ മക്കളെത്താനും നമുക്ക് സന്തോഷത്തോടു കൂടി മരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളായിക്കൊണ്ട് നമുക്ക് മാറാൻ സാധിക്കും. ഇല്ലെങ്കിൽ അവസാനത്തെ ഒരു പ്രാർത്ഥന പോലും നമുക്ക് കിട്ടൂല. മക്കള് പറയുന്നത് എനിക്ക് പ്രാർത്ഥന ഒന്നും അറിയില്ല. എനിക്കറിയാം, എൻ്റെ ജീവിതത്തിൽ എത്രയോ അനുഭവമുണ്ട്. സ്വന്തം ബാപ്പ മരിച്ച സമയത്തൊന്ന് ഇമാമുക്കാൻ മക്കളോട് പറഞ്ഞപ്പോൾ പറഞ്ഞ വാക്കാണ്, എനിക്ക് നിസ്കരിക്കാൻ അറിയില്ല, പ്രാർത്ഥന അറിയില്ല. എത്ര വലിയ സങ്കടമാണ് നമ്മൾ ആലോചിച്ചു അല്ലെ? വാപ്പാക്ക് വേണ്ടിയിട്ട് അവസാനമായിട്ട് അല്ലാഹുമ്മ ഉഫ്ർലി, പടച്ചോന്റെ വാപ്പക്ക് പുറത്തരുതെന്ന് പറയാന് നമ്മുടെ മക്കൾക്ക് കഴിയൂലെങ്കിൽ അതിനാ അദബും മര്യാദകളൊക്കെ അല്ലെ ദീനിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. ഇത് കൃത്യമായി കൊണ്ട് ബോധ്യപ്പെട്ട് അവരിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ സ്വാലിഹായ മക്കളായിക്കൊണ്ട് മാറാൻ നമുക്ക് സാധിക്കും. അല്ലാഹു അതിന്റെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു ഒട്ടുപുറത്ത് മാപ്പാക്കി തീരുമാറാകട്ടെ. ഒരു കൂട്ടരെ സ്വർഗത്തിലേക്ക് മറ്റൊരു കൂട്ടരെ നരകത്തിലേക്കും വേർതിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് വേർതിരിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു كما صليت على إبراهيم وعلى آل إبراهيم